ഏകദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ എവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് വിശ്വാസം എന്ന ആ വലിയ സമ്പത്ത്. ക്രിസ്തുവിലുള്ള വിശ്വാസം എന്നെ ശക്തനാക്കുവാൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന അചഞ്ചലമായ വിശ്വാസമാണ് വിശ്വാസം എന്ന സ്വത്ത്. വിശ്വാസം എന്ന സ്വത്ത് കൈവശമാക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, അവനവനെ തന്നെ കാണുക, അതായത് ഹൂ ആം ഐ എന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് സ്വയം ചോദിക്കുക. രണ്ടാമത്തേത്, ദൈവത്തെ തിരിച്ചറിയുക, ഹൂ ഈസ് ഗോഡ്. കണ്ണുകളടച്ച് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, കാരുണ്യവാനായ കർത്താവേ, ഈ നല്ല ദിവസത്തിൻ്റെ പ്രഭാത സമയത്ത് നിന്റെ മുമ്പിൽ തറകളെ വണക്കുന്നതിന് നാം ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന് സംഗതിയാക്കി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതേവരെ ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും ഒരു രാത്രികാലം നീ ഞങ്ങളെ കാത്തു പരിപാലിക്കുകയും ചെയ്തു നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. വരുവാനിരിക്കുന്ന ഓരോ നിമിഷങ്ങളിലും കർത്താവേ, നിന്റെ കാവലും കോട്ടയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും ഉണ്ടായിരിക്കുമാറാകണമേ. ഞങ്ങളെ തന്നെ തിരിച്ചറിയുവാനുള്ള ബുദ്ധി ഞങ്ങൾക്ക് തരണമേ. കർത്താവെ, നിന്നെ ശരിക്കും അറിയുവാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, നിന്നുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാനുള്ള അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. ഇതേവരെ തന്നതായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൃപയോടെ സ്വീകരിക്കണമേ. ഞങ്ങളെല്ലാവരും ചേർന്ന് നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ആമീൻ. എൻ്റെ വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്. കാരണം കൂടാതെയുള്ള എൻ്റെ ഭയമാണ് എന്നെ ദൈവത്തിൽ നിന്നും അകലെയാക്കുന്നത്. എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാം വാക്യം നോക്കുമ്പോൾ അതിൽ പ്രകാരം പറയുന്നു, വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്ന്. ആ വിശ്വാസം നമുക്കുണ്ട് എങ്കിൽ നാം ഒരിക്കലും ഭയപ്പെടുകയില്ല. ആശയുണ്ട് എങ്കിൽ അത് ദൈവത്തിലാണ് എങ്കിൽ ഒരിക്കലും നമുക്ക് നിരാശ ഉണ്ടാകുകയില്ല. അത് മനുഷ്യരിലാണ് എങ്കിൽ നിരാശയ്ക്ക് കാരണമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. ഞാൻ മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തുവിനോട് കൂടെ. ഇതാണ് യഥാർത്ഥ ദൈവവിശ്വാസം. നമുക്ക് ഇങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? ഇല്ല എങ്കിൽ എന്തുകൊണ്ടില്ല എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കേണ്ടതിനാണ് ഹൂ ആം ഐ എന്ന ക്വസ്റ്റ്യൻ മാർക്ക് ഇടുവാൻ ഞാൻ ആദ്യമായി പറഞ്ഞത്. ക്രിസ്തു ഹൃദയത്തിൽ വരുമ്പോൾ ലഭിക്കുന്ന ആ മഹാസന്തോഷം ഒരു വലിയ അനുഭവമാണ്. അത് വിശ്വസിക്കുന്നവന് മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ക്രിസ്തീയ ജീവിതം ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ മാത്രം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളും നിശ്ചയവുമായ വിശ്വാസം ദൈനംദിന ജീവിതത്തിൽ 1-ാം സ്ഥാനം നൽകി നാം പുലർത്തുമ്പോൾ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ക്രിസ്തീയ ജീവിതത്തിൽ ചിലതെല്ലാം അതങ്ങ് വിശ്വസിക്കണം. കണ്ണു അടച്ച് വിശ്വസിച്ചെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് ആ അനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ പുതിയ സജീവ ജീവിത അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകും. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾ നിഷ്കളങ്കമായ ഹൃദയത്തോടെ ദൈവത്തെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചോദിക്കുക. മുഴുവനായി ദൈവത്തെ വിശ്വസിക്കണം. സർവശക്തൻ എനിക്ക് മതിയായവൻ എന്ന ഉറപ്പ് നമുക്ക് ഉണ്ടാകണം. അതിനായിട്ട് എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യത്തിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലയോ എന്നാണ് ഇവിടെ എബ്രായ ലേഖകൻ പറയുന്നത്. വിശ്വാസം കൂടാതെ ആത്മീയ ജീവിതം സാധ്യമല്ല. കർത്താവായ യേശു ക്രിസ്തുവിലെ വിശ്വാസം കൂടാതെ എന്ത് ഭക്തി ജീവിതം നയിച്ചാലും എന്തെല്ലാം സൽപ്രവർത്തികൾ ചെയ്താലും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ സാധ്യമല്ല. ഒരിക്കൽ ശിഷ്യന്മാരും ജനങ്ങളും ചേർന്ന് കർത്താവിനോട് ചോദിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 6-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറയുന്നത് നമുക്ക് ഒന്ന് നോക്കാം. അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവർത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശു ക്രിസ്തു അവരോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കാത്തത് എന്ന് ഉത്തരം പറഞ്ഞു.
നമുക്ക് ഇത് കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് ആരെല്ലാം സൗഖ്യം പ്രാപിച്ചുവോ അവരിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നത് അവരുടെ വിശ്വാസമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉദാഹരണത്തിന് മർക്കോസ് എവൻഗലിസ്റ്റ് സുവിശേഷം 5-ാം അധ്യായം 34-ാം വാക്യം നോക്കുമ്പോൾ രക്തസ്രാവക്കാരി സ്ത്രീയുടെ വിശ്വാസം നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പള്ളി പ്രമാണിയായ യായിറോസിനോട് യേശു പറഞ്ഞത് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 8-ാം അധ്യായം 13-ാം വാക്യം നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഹനാന്യ സ്ത്രീയോട് കർത്താവ് പറഞ്ഞത് സ്ത്രീയെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 15-ാം അധ്യായം 28-ാം വാക്യത്തിൽ കാണുവാൻ നമുക്ക് സാധിക്കും. വിശ്വാസം എന്ന സ്വത്ത് ആര് സമ്പാദിക്കുന്നില്ല അവർക്ക് രക്ഷ ഉണ്ടാകുകയില്ല എന്ന് നാം തിരുവചനത്തിലൂടെ കണ്ടു. വിശ്വസിച്ച് ജീവിക്കാനായിട്ട് നാം ഓരോരുത്തരും തീരുമാനിക്കേണ്ടതുണ്ട്. അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായം 31-ാം വാക്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് പൗലോസ് ശ്ലീഹ പറയുന്നത് നമുക്ക് ഏവർക്കും വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ആ വേദഭാഗം നമ്മുടെ മനസ്സിൽ ജീവിതത്തിൽ പകർത്തുകയാണ് നമ്മൾ ഓരോരുത്തരും വേണ്ടത്. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ കരുണ ലഭിക്കുകയുള്ളൂ. അതിനായി നമ്മളെപ്പോഴും മനസ്സിൽ ഓർത്തുകൊണ്ട് പാടിക്കൊണ്ട് നടക്കേണ്ട ഒരു പാട്ടുണ്ട്. വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും, ഊരിരുളിൽ താഴ്വരയിൽ ദീപമതായി നിൻമൊഴികൾ. നമ്മളിങ്ങനെയുള്ള ഓരോ ഭക്തിഗാനങ്ങൾ ആലപിക്കുമ്പോഴും വാ കൊണ്ട് ആലപിക്കാതെ അത് ഹൃദയം കൊണ്ടൊന്ന് ആലപിച്ച് നോക്കിയേ, ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും. യാതൊരു സംശയവുമില്ല. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.